പീഡനക്കേസിലും സ്ത്രീത്വത്തെ അപമാനിച്ച കേസിലും പ്രതികളായ നടൻ മുകേഷ് എം.എൽ.എ, അഡ്വക്കേറ്റ് വി.എസ്. ചന്ദ്രശേഖരൻ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി. പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ഹണി എം വർഗീസാണ് വിധി പറയുക. ഇടവേള ബാബുവിന്റെ ജാമ്യാപേക്ഷയിലും ഇന്നാണ് വിധി. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ വിധി ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ 3 ജാമ്യാപേക്ഷകളുടെ ഒരു പ്രത്യേകത, ഈ 3 പേർക്കെതിരെയും ജാമ്യമില്ലാ കുറ്റങ്ങൾ തന്നെയാണ്, ബലാത്സംഗം അടക്കമുള്ള ജാമ്യമില്ലാ കുറ്റങ്ങൾ തന്നെയാണ് അന്വേഷണ സംഘം ചുമത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രതികൾക്കാർക്കും ജാമ്യം നൽകരുത് എന്നൊരു ഉറച്ച നിലപാടാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ എടുത്തത്. കേസിനെ അടക്കം അട്ടിമറിക്കുവാനുള്ള സാധ്യതയുണ്ട് എന്ന്, മുകേഷ് എം.എൽ.എക്ക് അടക്കം ജാമ്യം നൽകിയാൽ സാധ്യതയുണ്ട് എന്നൊരു നിലപാട് പ്രോസിക്യൂഷൻ എടുത്തതാണ്. അതുകൊണ്ട് ഒരു ഘട്ടത്തിലും ഈ പ്രതികൾക്ക് ജാമ്യം നൽകരുത് എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. ഏതായാലും ഉച്ചയോടുകൂടി നമ്മൾ ഇക്കാര്യത്തിൽ ഒരു ഉത്തരവ് പ്രതീക്ഷിക്കുന്നുണ്ട്. മുകേഷിനെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെയാണ്. കാരണം വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നതാണ്. പക്ഷേ മുകേഷിന്റെ ജാമ്യാപേക്ഷയിൽ തീർപ്പ് കൽപ്പിക്കുന്നതുവരെ ഇക്കാര്യത്തിൽ തുടർ നീക്കം വേണ്ട എന്നതായിരുന്നു. മുകേഷിന് മാത്രമല്ല മറ്റ് പ്രതികളുടെ അടക്കമുള്ള കാര്യത്തിൽ തുടർ നീക്കം വേണ്ട എന്നതായിരുന്നു അന്വേഷണ സംഘത്തിന്റെ നിലപാട്.